We shall begin a new chapter, Laws of Motion. Aristotle എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് he studied the motion of bodies and his view was that a force is necessary to keep a body in uniform motion. ഒരു ബോഡി യൂണിഫോം മോഷൻ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണമെങ്കിൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നായിരുന്നു അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായം. പക്ഷെ അത് തെറ്റാണ്. ഒരു ബോഡിയിൽ നമുക്കറിയാം, ഇപ്പോൾ പ്ലാനറ്റ്സ് ആർ മൂവിങ് അറൗണ്ട് ദ സൺ അല്ലേ, അവിടെ യൂണിഫോം മോഷൻ ഒരേ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ സാധാരണ ഡേ ടു ഡേ ലൈഫിൽ നമുക്കൊരു സാധനം തള്ളിയാൽ മാത്രമാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ്? ദർ ഇസ് ആൻ ഒപ്പോസിങ് ഫോഴ്സ്, ദർ ഇസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ ദ കേസ് ഓഫ് സോളിഡ് ആൻഡ് ദർ ഇസ് എ വിസ്കോസിറ്റി ഇൻ ദ കേസ് ഓഫ് ഫ്ലൂയിഡ്സ് which opposes the motion of the body. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ സ്പേസിൽ നമുക്കറിയാം, പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്ന അവിടെ സ്പേസിൽ ദർ ഇസ് വാക്വം, ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അല്ലേ. ആ മോഷനെ ഒപ്പോസ് ചെയ്യാൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരിക്കൽ മോഷനിലായ ബോഡി അതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമ്മൾ സാധാരണ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന മോഷനിൽ വി നീഡ് ടു അപ്ലൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് to oppose the force of friction in solids and viscosity in fluids. അപ്പോൾ ഇത് രണ്ടും കൂടെ the two forces sum up, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ the two forces sum up to zero net external force. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ we get zero net external force. അപ്പോൾ ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഫോഴ്സ് ആവശ്യമാണ്. അതേപോലെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന മോഷനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും എന്ത് വേണം? ഫോഴ്സ് ആവശ്യമാണ്. ബട്ട് ടു മെയിൻറ്റെയിൻ ദ മോഷൻ ഓഫ് ദി ബോഡി, ഇഫ് ദർ ആർ നോ ഫ്രിക്ഷണൽ ഫോഴ്സസ് ദെൻ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് നോട്ട് റിക്വയർഡ്. ഇപ്പോൾ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു സ്റ്റാർട്ട് ആസ് വെൽ ആസ് ടു സ്റ്റോപ്പ് ദി മോഷൻ ഓഫ് ഒബ്ജെക്ട്സ് ബട്ട് നോട്ട് ടു മെയിൻറ്റെയിൻ ദി മോഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ മോഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫോഴ്സ് ആവശ്യം വരും. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സും നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സും കൂടി റിസൾട്ടൻ്റ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു സീറോ. ഇനി ഗലീലിയോ ആണ് ഇനേർഷ്യ എന്നുള്ള ഒരു ടേം കൊണ്ടുവന്നത്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഇനേർഷ്യ ഈസ് എ എബിലിറ്റി, ഇറ്റ് ഈസ് എ ഇൻഎബിലിറ്റി ഓഫ് ദ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ്സെൽഫ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇറ്റ് ഈസ് ദ ഇൻഎബിലിറ്റി ഓഫ് ദ ബോഡി. ഒരു ബോഡിക്ക് സ്വയം അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ മാറ്റാൻ സാധിക്കില്ല അല്ലേ. അതിലൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ റെസ്റ്റിലുള്ള ബോഡിക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ മോഷനിലുള്ള ബോഡി സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. അതിന് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. ആ ഇൻകേപ്പബിലിറ്റി ഓർ ഇൻഎബിലിറ്റി ഓഫ് ദ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ്സെൽഫ് its state of rest or uniform motion is called inertia. അപ്പോൾ ഒരു ബോഡിക്ക് മാസ് കൂടുന്തോറും അതിൻ്റെ ഇനേർഷ്യ കൂടും അല്ലേ. ഹെവി ബോഡീസിന് ഇനേർഷ്യ കൂടുതലായിരിക്കും. മാസ് ഓഫ് ദി ബോഡി കൂടുന്നതിനനുസരിച്ച് ദി ഇനേർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് മാസ് ഓഫ് ദ ബോഡി ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് ഇനേർഷ്യ. കൂടുതൽ മാസ് ഉള്ള ബോഡീസിന് ഇനേർഷ്യ കൂടുതലായിരിക്കും, കൂടുതൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഉണ്ടാവും. ഇനി അക്കോർഡിംഗ് ടു ന്യൂട്ടൺ ആണ് ഈ മോഷൻ ഓഫ് ബോഡീസിനെ 3 ലോസ് ആയിട്ട് ക്രമീകരിച്ചത്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, അതിന് നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് വേണമെങ്കിൽ പറയാം. എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ in a straight line unless an external unbalanced force is applied. Every body continues in its state of rest or of uniform motion in a straight line unless an external unbalanced force is applied. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എക്സ്റ്റേണൽ ആയിരിക്കണം. ഇപ്പോൾ ഒരു വെഹിക്കിളിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യല്ല അല്ലേ, പുറത്തുനിന്ന് അതിനെ ഫോഴ്സ് അപ്ലൈ ചെയ്താലേ നമുക്ക് ഒരു ബോഡിനെ നീക്കണമെങ്കിൽ an external force should be there and it should be an unbalanced force. Only then there will be a change in the state of rest or uniform motion. അപ്പോൾ ഫസ്റ്റ് ലോ ഉപയോഗിച്ച് നമുക്ക് ഇനേർഷ്യ ഡിഫൈൻ ചെയ്യാം. അതുപോലെ it also helps us to define force. ഈ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് സീറോ ആക്സിലറേഷൻ അല്ലേ. യൂണിഫോം മോഷൻ പറയുമ്പോൾ അവിടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, ആക്സിലറേഷൻ സീറോ ആണ്. അപ്പോൾ ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ ബോഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സിലറേഷൻ സീറോ ആണ്. അപ്പോൾ വെനെവർ എ ഫോഴ്സ്
is acting, it will produce acceleration of the body. So a force is that which changes or tends to change the state of rest or uniform motion of the body in a straight line. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ ഉപയോഗിച്ച് ഇനേർഷ്യ ഡിഫൈൻ ചെയ്യാം. വി ക്യാൻ ഓൾസോ ഡിഫൈൻ ഫോഴ്സ് യൂസിങ് ഫസ്റ്റ് ലോ. ഫോഴ്സ് ഇസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഓഫ് എ ബോഡി ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി രണ്ട് തരത്തിലുള്ള ഇനേർഷ്യ ഉണ്ട്. റെസ്റ്റിലുള്ള ബോഡിക്ക് അത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇപ്പോൾ നമ്മളൊരു ബസ്സിൽ ഒരു സ്റ്റാൻഡിങ് പാസഞ്ചർ, we are standing in a bus at rest and the bus starts suddenly. അപ്പോൾ പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വി വിൽ ബി ത്രോൺ ബാക്ക്വേർഡ്സ്, ബാക്കിലേക്ക് വീഴും. കാരണം ബസ് ഇപ്പോൾ നമ്മുടെ ഫീറ്റ് ബസ്സുമായിട്ട് കോണ്ടാക്റ്റിലുണ്ട്. അതുകൊണ്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ ബസ് മൂവ് ചെയ്യുമ്പോൾ ദ ഫീറ്റ് വിൽ മൂവ് എലോങ് വിത്ത് ദ ബസ്. ഫീറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ബസ് അല്ലേ? അപ്പോൾ ബസ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കാല് ഇൻ കോണ്ടാക്ട് വിത്ത് ബസ് ആയതുകൊണ്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ ഫീറ്റ് വിൽ മൂവ്. പക്ഷേ റെസ്റ്റ് ഓഫ് ദ ബോഡി വിൽ റിമെയിൻ അറ്റ് റെസ്റ്റ്. അപ്പോൾ കാല് മാത്രം ഫ്രണ്ടിലേക്ക് പോയി മറ്റേ മുകൾ ഭാഗം റെസ്റ്റിലായി കഴിഞ്ഞാൽ വി വിൽ ബി ത്രോൺ ബാക്ക്വേർഡ്സ്, നമ്മളെ ബാക്കിലേക്ക് വീഴും. ദാറ്റ് ഈസ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനി മോഷനിലുള്ള ബോഡീസിന് മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി, അതിനെയാണ് ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൂവിങ് ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ നിൽക്കുന്ന ഒരു പാസഞ്ചർ ഹി വിൽ ബി ത്രോൺ ഫോർവേഡ്. കാരണം അവർ ഫീറ്റ് വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബസ് വിൽ സ്റ്റോപ്പ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ബസ് നിൽക്കുമ്പോൾ കാലും കോണ്ടാക്റ്റിലായതുകൊണ്ട് നിൽക്കും. പക്ഷേ റെസ്റ്റ് ഓഫ് ദ ബോഡി ഇത്രയും നേരം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിൽ കണ്ടിന്യൂ ടു മൂവ്. അപ്പോൾ എന്ത് സംഭവിക്കും? വി വിൽ ഫോൾ ഫോർവേഡ്. A standing passenger will fall forward when a moving bus is suddenly stopped due to inertia of motion. So we fall forward.